നമസ്കാരം. തൃശ്ശൂരിലെ നഴ്സുമാരുടെ സമരത്തെ പറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വലിയ പ്രതികരണമാണ് അതിന് ലഭിച്ചത്. കുത്തിയിരുന്ന തെറി പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ഏൽപ്പിച്ചിരുന്ന ചിലരുടെ ജോലി പൂർത്തിയാക്കിയതൊഴിച്ചാൽ ബാക്കി ഭൂരിപക്ഷം പേരുടെയും ചോദ്യങ്ങൾ ഒന്ന് തന്നെയായിരുന്നു. കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ആയിരക്കണക്കിന് ചെറുതും വലുതുമായ ആശുപത്രികൾ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് അമലയും ജൂബിലിയും മാത്രം സമരത്തിന് തെരഞ്ഞെടുത്തതെന്ന ചോദ്യത്തിന് ഇതുവരെ ആരും ഉത്തരം പറഞ്ഞിട്ടില്ല. ഒരു സംഘടനാ നേതാക്കളും പറഞ്ഞിട്ടില്ല, ഒരു നഴ്സുമാരും പറഞ്ഞിട്ടില്ല. അത് സമരക്കാരുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നത് തന്നെയാണ്. സ്വകാര്യ മേഖലയിലുള്ള പല ആശുപത്രികളിലും നൽകുന്നതിലും കൂടുതൽ ശമ്പളം നൽകുന്ന രണ്ട് ആശുപത്രികളാണ് അമലയും ജൂബിലിയും. ഈ രണ്ട് ആശുപത്രികളും മധ്യ കേരളത്തിൽ നൽകുന്ന സേവനം അത് ചെറുതായി കാണാൻ സാധിക്കില്ല. അവിടെയുള്ള നഴ്സുമാരെ, ആ നഴ്സുമാരിൽ ചിലരെ സംഘടിപ്പിച്ച് സമരം ചെയ്യുന്നത് ചില വ്യക്തി താല്പര്യങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ മാത്രമല്ല ഇത് കാണുന്ന പലരും മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ഈ പറഞ്ഞത് മനസ്സിലാകണമെങ്കിൽ സമരത്തിന് നേതൃത്വം നൽകുന്ന UNA നേതാവിന്റെ പേരിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളെ പറ്റിയുള്ള കേസുകൾ പഠിച്ചാൽ മാത്രം മതി. ചില ആശുപത്രികളെ മാത്രം ലക്ഷ്യം വെച്ചുള്ള സമരം പല ഗൂഢലക്ഷ്യങ്ങളും വെച്ചുകൊണ്ടുള്ളതാണെന്ന ആരോപണം ഇന്നും ഇന്നലെയും വന്നതല്ല, വളരെ കാലങ്ങൾക്ക് മുൻപേ കേൾക്കുന്നതാണ്. UNA കണക്കനുസരിച്ച് 9 ലക്ഷം കുടുംബാംഗങ്ങളുള്ള പ്രസ്ഥാനമാണ്. അത് അവർ തന്നെ അവരുടെ വെബ്സൈറ്റിലൊക്കെ സാക്ഷ്യപ്പെടുത്തുന്ന കണക്ക്. ഏതാണ്ട് 4.5 ലക്ഷം അംഗങ്ങൾ അവരുടെ പ്രസ്ഥാനത്തിലുണ്ടത്രേ. മാസവരിസംഖ്യ 100 രൂപ വെച്ച് കണക്കൂട്ടിയാൽ പോലും ഒരു വർഷം കോടികളാണ് ഇവരുടെ അക്കൗണ്ടുകളിൽ എത്തുന്നത്. 100 രൂപ വെച്ച് കിട്ടുന്നതാണെങ്കിൽ മാത്രം, അതിൽ കൂടുതൽ വന്നാൽ പറയുകയും വേണ്ട. എന്നിട്ട് ഈ അസോസിയേഷൻ അംഗങ്ങൾ, ഈ അസോസിയേഷൻ നേതൃത്വം അംഗങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്ന് കൂടി ഒന്ന് പറയുന്നത് നല്ലതാണ്. നല്ല നിലയിൽ നടന്നു പോകുന്ന ആശുപത്രികളെ ഭീഷണിപ്പെടുത്തി ചില കാര്യങ്ങൾ സാധിക്കുവാൻ നോക്കുമ്പോൾ അത് നടക്കില്ലെന്ന് കാണുന്ന സമയത്താണ് ഇമാതിരിയുള്ള കുത്തിത്തിരിപ്പുകളുമായി ഇറങ്ങുന്നതെന്നാണ് പൊതുജന സംസാരം. കേരളത്തിലെ 80കൾക്ക് മുൻപ് നോക്കിയാൽ ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ ആശുപത്രികൾ മാത്രമായിരുന്നു നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അപൂർവമായി ചില വ്യക്തികൾ നടത്തുന്ന മറ്റു മതസ്ഥരുടെയും സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാവരും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചിരുന്നത്. ഇന്ന് കാലം മാറി, കഥ മാറി, കൂണുപോലെ മുളച്ചു കയറി വന്ന ഒട്ടുമിക്ക സ്വകാര്യ ആശുപത്രികളും ചില താല്പര്യങ്ങളിൽ വെച്ച് തന്നെയാണ് നടത്തുന്നത്. അവരുടെ വളർച്ചയ്ക്കും അവരുടെ നേട്ടത്തിന് തടസ്സം നിൽക്കുന്ന സഭാ സ്ഥാപനങ്ങൾ അത് തകർക്കുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അമല, ജൂബിലി മിഷൻ ആശുപത്രികളിൽ സമരം നടത്തിയത് കൊണ്ട് ഇവർക്ക് എന്ത് നേട്ടമാണുള്ളത്? ഈ രണ്ട് ആശുപത്രികളിൽ മാത്രം ശമ്പളം കൂട്ടി വാങ്ങിയാൽ മതിയോ? അവിടുത്തെ നഴ്സുമാർക്ക് മാത്രം ശമ്പളം കൂടുതൽ കിട്ടിയാൽ മതിയോ? പോരാ എന്നത് എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ ആരോടാണ് സമരം നടത്തേണ്ടത്? അത് നിയമനിർമ്മാണം നടത്തേണ്ട സംസ്ഥാന സർക്കാരിനെതിരെ തന്നെയാണ്. ഞങ്ങൾ ഇതെല്ലാം പറയുമ്പോൾ നഴ്സുമാർക്കെതിരാണെന്ന് ഒരിക്കലും ധരിക്കരുത്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ലോകത്തെവിടെയും ഏറ്റവും കൂടുതൽ ശമ്പളത്തിന് അർഹതയുള്ളത് നഴ്സുമാരും അതുപോലെ പോലീസുകാരും പട്ടാളക്കാരുമാണ്. അവർ നൽകുന്ന സേവനത്തെ മുൻനിർത്തി നഴ്സുമാർ നൽകുന്ന സേവനം നമ്മുടെ ഒന്നും വീട്ടുകാർക്ക് പോലും നൽകുവാൻ സാധിക്കില്ല. അവരെ സമൂഹത്തിൽ ഉയർത്തി നിർത്തേണ്ടത് നമ്മുടെ കൂടി കടമയാണ്, ആവശ്യമാണ്. വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്നുള്ളത് കൊണ്ട് പോലീസുകാരുടെയും പട്ടാളക്കാരുടെയും ഒന്നും കാര്യങ്ങൾ അവരെ പറ്റി ഇവിടെ പ്രതിപാദിക്കുന്നില്ല. അങ്ങനെ നഴ്സുമാരെ സമൂഹത്തിലെ മാന്യരായി നിർത്തുവാനും അവർക്ക് ഉയർന്ന ജീവിതശൈലി അത് സ്വീകരിക്കുവാനും ശമ്പളം വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. എന്നാൽ അത് ചെയ്യേണ്ടത് സർക്കാരാണ്. ആ ബോധ്യമില്ലാതെ ചില തെരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ മാനേജ്മെന്റിന്റെ ആശുപത്രികളിലും അതിന്റെ കാര്യക്കാരുടെ, അതിന്റെ ചുമതലക്കാരുടെ സ്ഥാപനങ്ങളിലും പോയി സമരം നടത്തുന്നത് കൊണ്ട് നഴ്സുമാർക്ക് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല. എന്ത് ഗുണമാണുള്ളത്? അവരുടെ ഉള്ള ജോലി കൂടി നഷ്ടപ്പെടും. സമരത്തിന്റെ നടത്തിപ്പുകാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ സമരം നടത്തുന്നതെന്ന് ഒരിക്കൽ കൂടി
ആവർത്തിച്ചു പറയുന്നു. നഴ്സുമാർ ഇവിടെ ബലിയാടുകളാവുകയാണ്. ഈ സമരം നടത്തിയ നഴ്സുമാരെ ഇനി മറ്റൊരു സ്ഥാപനങ്ങളിലും എടുക്കുകയില്ലെന്ന യാഥാർത്ഥ്യം കൂടി അവരുടെ മനസ്സിലുണ്ടാകണം. സർക്കാർ ഈ കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ പതിപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നഴ്സുമാർക്ക് ഏറ്റവും ഉയർന്ന ശമ്പളം തന്നെയാണ് കൊടുക്കേണ്ടത്. ഞാൻ വീണ്ടും പറയുന്നു, അതിന് മുൻകൈ എടുക്കേണ്ടത് സർക്കാരാണ്. എല്ലാ സ്വകാര്യ മാനേജ്മെന്റിന്റെ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് നല്ല ശമ്പളം കിട്ടണം. അല്ലാതെ ഇവിടെ മാത്രം വാരിക്കോരി കൊടുക്കാൻ നടത്തിപ്പുകാർക്ക് അതിന് പരിമിതികളുണ്ട്. തോന്നിയ രീതിയിൽ വാരിക്കോരി കൊടുക്കാൻ പറ്റില്ല. ഇവിടെ മാത്രം കൊടുത്താൽ പറ്റുമോ? എല്ലാ ആശുപത്രികളിലും കൊടുക്കണം, എല്ലാ ജീവനക്കാർക്കും കിട്ടണം. അതുപോലെ കേരളത്തിൽ ആയിരക്കണക്കിന് വരുന്ന ചെറുതും വലുതുമായ സ്വകാര്യ ആശുപത്രികളിൽ ഇന്ന് നൽകി വരുന്ന ശമ്പളത്തിന്റെ തോതും ശമ്പള വർധനവിന്റെ തോതും അത് പ്രസിദ്ധീകരിക്കുവാൻ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ, അതായത് UNA ഉത്തരവാദിത്തമാണ്. അവരതിന് തയ്യാറാവണം. നാളിതുവരെ ഈ നഴ്സുമാരുടെ പേരിൽ എത്ര രൂപ പിരിച്ചുവെന്നും അത് ഏതെല്ലാം കാര്യങ്ങൾക്ക് അസോസിയേഷൻ ചെലവാക്കിയെന്നും പരസ്യമായി പറയാൻ ഈ സമരം ചെയ്യുന്ന UNA നേതൃത്വത്തിലുള്ളവർ തയ്യാറാവണം. പിരിവെടുത്ത പണത്തിൽ നിന്ന് നഴ്സുമാരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ഉന്നമനത്തിനു വേണ്ടി എന്തെല്ലാം ചെയ്തുവെന്നും വ്യക്തമാക്കണം. ആ ബാധ്യത UNAക്കുണ്ട്. സമരം ചെയ്യുവാൻ അസോസിയേഷന് സ്വാതന്ത്ര്യമുള്ളതുപോലെ അതിനെ പ്രതിരോധിക്കാൻ സ്ഥാപന ഉടമകൾക്കും അവകാശമുണ്ട്. അവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്. ജന്മം നൽകിയ മാതാപിതാക്കളെ പോലും പുച്ഛത്തോടെ കാണുകയും അവരെ പറ്റി പുച്ഛത്തോടെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു അഭിഭാഷകൻ പോലും ഇത് കത്തോലിക്ക സഭ നടത്തുന്ന പ്രസ്ഥാനം ആയതുകൊണ്ട് വക്രിച്ചും കളിയാക്കിയും പുച്ഛിച്ചും പറയുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കാണാനിടയായി. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പോട്ടെ. ഒന്നുകൂടി പറയുന്നു, ക്രൈസ്തവ സഭകളുടെ പല പ്രവർത്തനങ്ങളോടും ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഞങ്ങൾക്കുമുണ്ട്. എന്നാൽ ഈ സമരത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾ ക്രൈസ്തവ മാനേജ്മെന്റിനോടൊപ്പമാണ്. കാരണം ഒരു കാലത്ത് ഇവിടുത്തെ ജനങ്ങൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും നൽകിയിരുന്നത് ഇവിടുത്തെ ക്രൈസ്തവ സഭകളാണ്. തീർന്നില്ല. ഇന്നും ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഈ സംസ്ഥാനത്ത് ആതുര ശുശ്രൂഷ ചെയ്യുന്നത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന ആശുപത്രികളിൽ തന്നെയാണ്. അതൊക്കെ കണ്ടിട്ടും അനുഭവിച്ചിട്ടും അവരെ കുറ്റം പറയുന്നത് ശരിയല്ല എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ.